അപ്പൊ നമ്മുടെ തൊട്ട് മുമ്പിൽ അതുപോലെ ഇപ്പൊ ഒരു പാലം കടന്നാൽ ഒരു കര, ഒരു ജീവിതം അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഓർത്തിരുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞിരുന്ന ഒരു കാലത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. എൻ്റെ നാട്ടിൽ ഞാൻ ജീവിക്കുന്ന റാവട്ടത്ത് അയ്യന്തോൾ എന്ന് പറയുന്ന ഒരു പ്രദേശം, കുറിഞ്ഞാക്കൽ എന്ന് പറയുന്ന ഒരു തുരുത്ത്, അവിടെ ജീവിച്ചിരുന്ന 10-30 കുടുംബങ്ങൾ, അവരുടെ ഒരു ഒറ്റപ്പെട്ട ജീവിതം, അവർക്കൊരു പുറത്തേക്ക് വരാൻ തൊട്ടപ്പുറത്തുള്ള ഒരു ഈ 5 കിലോമീറ്ററിന് അപ്പുറത്ത്, ഈ നഗരത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ദൂരത്തേക്കൊന്നും പോകണ്ട, വണ്ടി പിടിച്ചൊന്നും പോകണ്ട, നടന്നു പോകാവുന്ന ദൂരത്തുള്ള സ്ഥലം. പക്ഷെ ആ മനുഷ്യർ അനുഭവിച്ചിരുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. എന്റെ തലമുറയൊക്കെ അത് കണ്ടതാ. ഞങ്ങളുടെ പല കൂട്ടുകാരൊക്കെ അവിടെയുണ്ട്. അവർക്കൊന്ന് സ്കൂളിലേക്ക് വരുന്നെങ്കിൽ, അവർക്കൊരു ആശുപത്രിക്ക് ഒന്ന് പോകണമെങ്കിൽ, ഒരു അത്യാവശ്യം വരുന്ന രാത്രി ഒന്ന് പുറത്തേക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കെട്ടുവഞ്ചീനെ അല്ലെങ്കിൽ ആ ചങ്ങാടത്തെ ആശ്രയിക്കേണ്ട ഒരു കാലം. അത് മാറി അവിടെ ഒരു പാലം, ഇത് പാലം വരിക എന്നുള്ളത് നമുക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് അനവധി പതിറ്റാണ്ടുകളായി. പക്ഷെ അത് വന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമായി. ഇപ്പൊ ആളുകൾ പാട്ടും പാടി ഉല്ലസിച്ചപ്പോ അതൊരു വിനോദസഞ്ചാര മേഖല പോലും ആയിട്ടുണ്ട് ഈ പാലം വന്നതോടുകൂടി. അപ്പൊ ഒരു തുരുത്തിലേക്കുള്ള ഒരു എൻട്രി, അതൊരു കേവല ഒരു എൻട്രി അല്ല. നമ്മുടെ സങ്കല്പത്തെ, നമ്മുടെ വികസന ബോധ്യത്തെ സാക്ഷ്യപ്പെടുത്തി തന്ന ഒരു അനുഭവത്തെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞത് മാത്രം.